ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാജസ് വ്ലോഗ്. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് വ്ലോഗാണ്. കുറേ നാളെ നമ്മൾ വ്ലോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് ഉള്ളൊരു വ്ലോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 23-ാം തീയതി വൈകിട്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് കാർണിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ 7 സ്റ്റേഷനിലായിട്ടായിരുന്നു ആ പ്രോഗ്രാം. നമ്മുടെ പാലത്തിങ്ങയും അതിൻ്റെ ഒരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ ഡാൻസ്, പാട്ട്, ടാബ്ലോ ഒക്കെ ആയിട്ടൊരു പവർ പാക്ക് പ്രോഗ്രാം തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. ഗോശാലയിൽ മാർഗദീപമായി വന്നു നിന്നുവോ. Insieme a trovarlo e con la stella dei magi davanti a noi ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും വിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും വിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഇരുപത്തിനാലാം വൈകിട്ട് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ഉണ്ണിസെറ്റ് പുറത്തേക്ക് ഇറങ്ങി. പപ്പയാണ് എല്ലാ കൊല്ലവും പുൽക്കൂട് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ഈ കൊല്ലം പുൽക്കൂട് ഉണ്ടാക്കിയത് പപ്പ തന്നെയാണ്. ഈ കൊല്ലം സൂപ്പറായിട്ട് തന്നെ പപ്പ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബലൂൺ വീർപ്പിക്കണതാണ് ഞാനാണ്. അപ്പോൾ ഇത് പമ്പ് വെച്ചിട്ടാണ് ബലൂൺ വീർപ്പിച്ച്. കൈയൊക്കെ ഇത് അതിൻ്റെ പൊടിയും ഈ ബലൂൺ കെട്ടിയിട്ട് ഇങ്ങനെ അലർജി ആയിട്ട് വീർത്തേയുണ്ട് കുറച്ച്. ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതിയേക്കണേന്ന് മനസ്സിലായത്. ഹാപ്പി ക്രിസ്മസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയത്, പക്ഷേ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് അതിലുണ്ടായിരുന്നത്. ഹാർട്ട് ഷേപ്ഡ് ബലൂണും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ആ ബലൂണായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വീർപ്പിച്ച് നൂല് വെച്ചിട്ട് പിന്നെ കെട്ടി. ബലൂൺ കെട്ടുന്ന പരിപാടി എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യാറ്. രാത്രി സീരിയസ് സെറ്റും സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പുൽക്കൂടിൻ്റെ ലുക്ക് മാറി, നല്ല ഭംഗിയായി. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, കേക്കില്ലാണ്ട് എന്ത് ക്രിസ്മസ്. അപ്പോൾ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുറിച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ കരോളിൻ്റെ സമയമായി. ഞാൻ തലയിൽ വെച്ചാണ് ആ ക്യാപ്പ്, ആ നൂല് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. ക്രോഷേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ക്യാപ്പൊക്കെ വെച്ച് കരോളിന് പോയി. കരോളിൻ്റെ ടൈമായി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കരോൾ സ്റ്റാർട്ട് ചെയ്തു. പാലത്തിങ്ങേന്നാണ് എപ്പോഴും കരോൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് എല്ലാവരും അവിടെ കൂടിയിട്ട് പിന്നെ ഫസ്റ്റ് വീട്ടിലേക്ക് പോകും, അങ്ങനെയാണ്. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് വെഞ്ചിരിച്ച ഉണ്ണീശോ യൂണിറ്റിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ നമ്മൾ നമ്മുടെ ഈ വർഷത്തെ കരോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു വീട്ടിൽ കേക്ക് മുറിച്ചു. ഞാൻ ഇന്നലെ ഒരുപാട് കേക്ക് കഴിച്ചു. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടം. മധുരമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കേക്ക് ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ എനിക്ക് തന്നെ കൊണ്ട് തന്നെ. അപ്പോൾ അതും കഴിച്ച് കേക്ക് കഴിച്ചൊരു വഴിയായി. ഇനി ബാക്കി അടുത്ത വീഡിയോ കാണാം.